എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ എന്നും നല്ല യുവത്വമുള്ളതായിട്ട് നിലനിർത്താൻ പറ്റും. കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ സ്കിന്നിൽ ഒരു ഷീൽഡ് പോലെ നമ്മുടെ സ്കിന്നിനെ ആവരണം ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ വേസ്റ്റ് ഒക്കെ നമ്മുടെ മുഖത്ത് നമ്മൾ രാവിലെ സ്കിൻ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്ത് തന്നെ ഇരിക്കുകയും നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡാമേജ് ആക്കുകയും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഏജ്ഡ് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്കിൻ മാറാനായിട്ടൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും മസ്റ്റ് ആയിട്ടും നമ്മൾ രാവിലെ ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ ഞാൻ ചെയ്യണ രീതിയും അതുപോലെ തന്നെ ഞാൻ എന്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് രാവിലെ ചെയ്യണ എന്റെ ഒരു മോർണിംഗ് റുട്ടീനും കൂടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ഞാൻ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേക്കൂട്ടോ. കാരണം 6:30 ആകുമ്പം ഇവിടെ പിള്ളേരുടെ ബസ് വരും. അപ്പോൾ രാവിലെ പിന്നെ സ്കിൻ കെയർ റുട്ടീൻ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേക്കുന്ന വഴിയെ ബ്രഷ് ചെയ്യും. അപ്പോൾ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ ലിപ് കെയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും എടുക്കുമല്ലോ ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് നന്നായിട്ട് സോക്കാക്കുകയും അതുപോലെ ലിപ്സിൽ ഇളകിയിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് സോക്കായി നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈകൊണ്ടൊന്ന് ഇങ്ങനെയൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഇങ്ങ് ഇളകി പോകുന്നുള്ളൂ. അപ്പം അതിനുശേഷം ഒരു ചെറിയതായിട്ടൊരു ലിപ് ബാമും കൂടി എന്തെങ്കിലും ഒന്ന് പരട്ടി വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും പ്ലംബി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ടും വേറൊരു കാര്യവും ചെയ്യണമെന്നില്ല. രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇത്രയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ബ്രഷാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇങ്ങനെ ഇളകി പോകുന്നുള്ളൂ. കാരണം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളകി പോകുന്നുള്ളൂ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഞാൻ മുഖവും കൂടെ കഴുകും. അത്രയാണ് ഞാൻ രാവിലെ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കുഞ്ഞൂനും കൂടെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ആണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യേണ്ട കാര്യം ക്ലെൻസിങ് എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഓയിലി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി അഥവാ നോർമൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ തന്നെയും ക്ലെൻസിങ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മുഖത്തെ ഓയിലൊക്കെ കൺട്രോൾ ആവുക മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നമ്മുടെ മുഖത്തെ ഇളകി പോകാനായിട്ടും അത് വളരെയധികം സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ക്ലീൻ ആയിട്ടിരിക്കാനും അത് വളരെ സഹായിക്കും. അതുപോലെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിക്കകം പുറം അതുപോലെ നെക്കിന്റെ ഫ്രണ്ട് ബാക്ക് എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ഭാഗത്തേക്കും ഡ്രസ്സിന് വെളിയിലേക്ക് നിൽക്കുന്ന എല്ലാ ഭാഗത്തേക്കും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതിനുശേഷം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് മുഖം ഒന്ന് കഴുകുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ നനയാതിരിക്കാനായിട്ട് ഒരു ടവലൊന്ന് ഡ്രസ്സിന്റെ നെക്കിന് വട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എൻ്റെ ടവൽ ഫുള്ള് നനഞ്ഞു. നമ്മുടെ ഡ്രസ്സ് നനയാതെ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ചെയ്ത് വെക്കണതും വളരെ നല്ലതാണ്. കാരണം നമുക്ക് ദിവസം മുഴുവൻ ഇടേണ്ട ഡ്രസ്സാണല്ലോ അത്. ഇനിയിപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസിങ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ടീ സോണിൽ ഓയിലി ആയിട്ടിരിക്കും, ബാക്കിയെല്ലാം ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം അതിന് വളരെ നല്ലതാണ്. നിവ്യയുടെ കൊക്കോ ബട്ടർ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻകാർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആകുന്നത് വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ബനാന ബോട്ടിന്റെ സൺസ്ക്രീനാണ് മേടിക്കുന്നത്. ഇത് വളരെ നല്ലതാണ്. അപ്പോൾ സൺസ്ക്രീൻ പലരും വീട്ടിലിരിക്കുന്നവർ ഉപയോഗിക്കാറില്ല. നമ്മൾ വീട്ടിലിരിക്കുന്നവരായാലും പുറത്തു പോകുന്നവരായാലും മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. കാരണം സൺലൈറ്റിൽ നിന്ന് മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ലൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് റേസുകൾ നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആകാനായിട്ടുള്ള കാരണമാവാറുണ്ട്.
പിന്നെ മാത്രമല്ല നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും പല പ്രാവശ്യവും നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം മതി നമ്മുടെ സ്കിന്നിന് ടാൻ ഉണ്ടാകാനും ഡിസ്കളറേഷൻ ഉണ്ടാകാനും ബേൺ ഉണ്ടാകാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതുപോലെ സൺസ്ക്രീൻ ഏറ്റവും നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും പുറം വശത്ത്, അതായത് മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യേണ്ടത്. ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, അതുപോലെ സൺസ്ക്രീനും. ബാക്കി ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെയും ഒന്ന് ഇച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ട് സുന്ദരിയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടാണ് എപ്പോഴും ഇരിക്കാറ്. കാരണം എനിക്ക് കണ്ണ് എഴുതിയില്ലെങ്കിൽ കണ്ണ് എപ്പോഴും ഒരു വെളുത്ത് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ കൺമഷി, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കൺമഷി ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതാകുമ്പോൾ ഇച്ചിരി ഒന്ന് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കുവായതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ പുറത്തു പോകാനായിട്ട് ഞാൻ ലാക്മയുടെ കാജൽ പെന്നാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ണെഴുതുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ കണ്ണെഴുത്തും കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് എൻ്റെ പിരികം കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് വെക്കും. കാരണം എൻ്റെ പിരികം അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, ചെറുതായിട്ട് ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതും ഞാൻ നോർമലായിട്ട് ഇത് 5 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ച പെൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ പുരുകത്തിന് കളറില്ല, അല്ലെങ്കിൽ തിക്നെസ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഒരുപാട് പൊഴിഞ്ഞു പോയിട്ടൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഐബ്രോ പെൻസിലൊന്ന് ആവണക്കണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഐബ്രോസ് കൂടുതൽ തിക്കായിട്ട് ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ നല്ല കറുപ്പുണ്ടാകാനായിട്ടും ഒക്കെ അത് നമ്മളെ സഹായിക്കും. ഇനി അടുത്തത്, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇടാറില്ല. അപ്പം ഞാൻ വാസിലിനാണ് വരട്ടാറ്. ഈ വാസിലിനും കൊക്കോ ബട്ടറിന്റെ വാസിലിനാണ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്. എൻ്റെ സ്കിന്ന് പൊതുവെ എനിക്ക് ഇച്ചിരി ഡ്രൈ സ്കിന്ന് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ലിപ്സും എപ്പോഴും തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ വാസലിൻ, കൊക്കോ ബട്ടർ വാസലിന് ലിപ്സൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട്. അതുപോലെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ലിപ്സ് ഒന്ന് ചിരിക്കണ പോലെ, ഒന്ന് കൂർപ്പിച്ച് കുടിക്കണത് പോലെയൊക്കെ ഒന്ന് മസാജ് ചെയ്യേണ്ടത് നമ്മുടെ ലിപ്സിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനും ലിപ്സൊക്കെ നല്ല പ്ലംബി ആയിട്ടിരിക്കാനായിട്ടും അത് സഹായിക്കും. പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് കമ്മലൊന്നും അങ്ങനെ ഇടാറില്ല, ചെറിയൊരു മുട്ട് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുടി പൊക്കി കെട്ടി വെക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുടി ഇങ്ങനെ അഴിഞ്ഞു കിടന്നിട്ടുണ്ട്, എൻ്റെ മുഖത്തേക്ക് വന്നാൽ എൻ്റെ മുഖത്തേക്ക് കിടന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും, ചൊറിച്ചിലുണ്ടാവും. അപ്പം മുഖത്തേക്ക് നമ്മുടെ കൈ കൊണ്ടുവരാതിരിക്കാനായിട്ട് ഒരു നല്ല വഴിയും കൂടിയാണ് നമ്മുടെ മുടി നന്നായിട്ട് പൊക്കി കെട്ടി വെക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ കൈയായിരിക്കും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഡയറക്റ്റായിട്ടുള്ള അവയവം. കാരണം നമ്മൾ എന്ത് സാധനം കണ്ടാലും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് എടുത്താണ് നോക്കണത്, നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും അല്ലേ. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒന്നും വാഷ് ചെയ്യല, പക്ഷെ പല പ്രാവശ്യവും നമ്മുടെ മുഖം ചൊറിയുകയോ മൂത്ത് എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കൈ വെച്ച് നമ്മുടെ മുഖം തുടയ്ക്കുകയോ ഒക്കെ ചെയ്യും. അപ്പം അതും നമ്മുടെ സ്കിന്ന് ഡേർട്ട് ആവാനും സ്കിന്ന് ക്ലീൻ അല്ലാതിരിക്കാനായിട്ടും ഒക്കെ കാരണമാവും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ സ്മാർട്ട് വാച്ച് കെട്ടാറുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് തൈറോയ്ഡ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കോൺഷ്യസ് ആണ് എൻ്റെ ഹെൽത്ത് കാര്യത്തിലൊക്കെയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് നേരം അധികം നേരം ഇരുന്ന് എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ കുറച്ചധികം നേരം കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാച്ച് നമുക്ക് അലർട്ട് തരും. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പം എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസ